എല്ലാവർക്കും KM TV കർണാട്ടിക് കീബോർഡ് ലെസൺ പാർട്ട് 28 സ്വാഗതം. ഞാൻ അജയകുമാർ ജി. നമ്മൾ കീബോർഡ് ലെസണിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരെക്കൊണ്ട് നമ്മൾ പഠിച്ചത് ത്രിപുടതാളം തിസ്രജാതിയിലുള്ള സപ്തതാള അലങ്കാരമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെയുമല്ല, പ്രാക്ടീസ് ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അവരെ ലെസൺ വൈസ് പഠിച്ച് ലെസൺ കണ്ട് പഠിച്ചതിന് ശേഷം അത് വായിച്ചു നോക്കുക. കീബോർഡ് വളരെ ലളിതമായി പഠിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കീബോർഡ് നിങ്ങൾ ആരെങ്കിലും ഇനി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 5 ഒക്ടീവിൻ്റെ കീബോർഡ് വേണം വാങ്ങിക്കാൻ. ഒരുമാതിരി നല്ല കീബോർഡ് വാങ്ങിച്ചോണം, അവത്തെ പഠിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടതാളം ഖണ്ഡജാതി ഉള്ള സപ്തതാള അലങ്കാരമാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ അംഗങ്ങളുള്ളത് 2 ലഘു 2 ദ്രുതം, അങ്ങനെ 14 അക്ഷരകാലമാണ് വരുന്നത്. അതിൻ്റെ താളം ഇങ്ങനെയാണ്: അടി 1 2 3 4, അടി 1 2 3 4. ഈ അടി 1 2 3 4 കൂടെ കൂട്ടുമ്പോൾ 5 അക്ഷരമായി. അപ്പോൾ ഖണ്ഡത്തിൽ 5 അക്ഷരം, അതുകൊണ്ടാണ് ഖണ്ഡമെന്ന് വന്നത്. അപ്പോൾ 5 5 10. അടി വീച്ച് അടി വീച്ച് 2 ദ്രുതം. ഇതിലെ 2 ദ്രുതത്തിനെയും കൂടെ അക്ഷരം കൂട്ടുമ്പോൾ 4, അങ്ങനെ 14 അക്ഷരകാലമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ താളം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ലെസണിലേക്കൊന്ന് പോകാം. അപ്പോൾ അടതാളം ഖണ്ഡജാതിയുള്ള ലെസൺ ഇപ്രകാരമാണ്. ഞാനൊന്ന് പാടാം. സരി ഗ സാരി ഗ മാ രി ഗ മാ രി ഗ മാ പ പ ഗ മാ പ ഗ മ പ ദ ദ മ പ ദ മ പ ദ നീ നീ പദനി പാദനി സ സ. അപ്പൊ മേൽസായി, അതായത് താരസ്ഥായിലുള്ള സായിലെത്തി. അവിടെ നിന്നും താരസ്ഥായി സായിൽ നിന്നും മധ്യസ്ഥായി സായിലേക്കാണ് ഇനി നമുക്ക് വരേണ്ടത്. അപ്പൊ അതിപ്രകാരമാണ്: സാനിദ സാനിദ പ പ നിദ പ നിദ പ മ മ ദ പ മ ദ പ മ ഗ ഗ പ മ ഗ പ മ ഗ രി രി മഗരി മഗരി സാ സാ. ഇതാണ് അടതാളം ഖണ്ഡജാതി. അപ്പോൾ ഇത് ഇനി കീബോർഡിൽ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ലൈൻ സരി ഗ സാരി ഗ മാ. മായാമാളവ ഗൗള രാഗമാണ്. അപ്പോൾ സരി ഗ, ഇതാണ് വേണ്ടത് നമുക്ക്. അങ്ങോട്ട് പോകുമ്പോൾ ഈ 5 വിരൽ കൊണ്ട് ഈ 2 ലൈൻ, ആദ്യത്തെ 2 ലൈനും മൂന്നാമത്തെ ലൈനിൻ്റെ ആദ്യത്തെ ലഘുവിലുള്ള അക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. അതിന് ശേഷമേ ഫിംഗർ ചേഞ്ച് ആവുള്ളൂ. അത് നിങ്ങൾ കണ്ടോണം. അപ്പോൾ ആദ്യത്തെ ലൈൻ സാരി ഗ സാരി ഗ മ മ. അപ്പൊ കണ്ടു കാണുമല്ലോ. സരി ഗ സാ
രണ്ടാമത്തെ ലൈൻ രി ഗ മ രി ഗ മ പ പ. ഒന്നുകൂടി രി ഗ മ രി ഗ മ പ പ. മൂന്നാമത്തെ ലൈൻ ഗ മ പ ഗ മ പ ധ. നാലാമത്തെ ലൈൻ മ പ ധ മ പ ധ. ഒന്നുകൂടി മ പ ധ മ പ ധ. അടുത്ത ലൈൻ പ ധ പ ധ സ സ. അടുത്ത അപ്പോൾ നമ്മൾ താരസ്ഥായിലുള്ള സായി ചെന്നു. ഇനി അവിടുന്ന് താഴേക്ക് വരും. ഒന്നുകൂടി അടുത്തല്ലേ ഒരിക്കൽ കൂടി വായിക്കാം. അടുത്ത ലൈൻ വായിക്കാം. ഒന്നുകൂടി വായിക്കാവത്. അടുത്തത് അടുത്ത ലൈൻ ഒന്നുകൂടി അടുത്ത ലൈൻ മഗരി മഗരി സ. ഒരിക്കൽ കൂടി മഗരി മഗരി സ. ഇങ്ങനെ വായിച്ച് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പോലെ സ്പീഡ് കിട്ടുന്നൊക്കെ വണ്ണം വായിച്ചോണം. സരി ഈ താരസ്ഥായി സായിൽ നിന്ന് നമ്മളെ മധ്യസ്ഥായിലേക്കാണ് വരുന്നത്. ഇങ്ങനെ വായിക്കുക. അപ്പോൾ ഇന്നത്തെ ലെസൺ മനസ്സിലായി കാണും എന്ന് ഞാൻ ധരിക്കുന്നു. 5 ഫിംഗർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചില സ്ഥലങ്ങളിലാണ് 3rd ഫിംഗർ കൊണ്ട് ഗായും രീയും സായും വായിക്കുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാം പറഞ്ഞു തരുന്നതിലും ബെറ്ററാണ് നിങ്ങൾ ആ ഫിംഗർ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി വായിക്കുക. അപ്പോൾ
ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ ധരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ അടുത്ത ഒരു ലെസണോടുകൂടി, ഏകതാളത്തിൻ്റെ ലെസണോടുകൂടി സപ്തതാള അലങ്കാരങ്ങൾ തീരും. പിന്നെ നമ്മൾ ഗീതങ്ങളിലേക്കാണ് പോകുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കാണണം. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കണ്ട് മുട്ടുന്നതിന് വരെ ഞാൻ അജയ്കുമാർജി തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട ചൊല്ലുന്നു. നന്ദി.